ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് RFDLൽ ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു FC പരാജയപ്പെടുത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോൾ നേടിയത് സീനിയർ ടീം അംഗമായ ശ്രീകുട്ടനാണ്. ഈ മത്സരത്തിൽ മറ്റൊരു സൂപ്പർ താരമായ കോറു സിംഗ് പങ്കെടുത്തിരുന്നു. അതായത് പകരക്കാരൻ്റെ വേഷത്തിലാണ് കോറു സിംഗ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 2ാം സ്ഥാനം സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് ശ്രീനിധി ഡക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടീമുകളും ഇപ്പോൾ നമ്മുടെ സോണിൽ നിന്നും നാഷണൽസിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി 2ാമത്തെ അപ്ഡേറ്റ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇന്ത്യൻ പ്രതിരോധ നിര താരമായ വികാശുമ്നം ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വരുന്ന സീസണിലെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ അദ്ദേഹമായിരിക്കും എന്ന ഒരു സൂചന ഇപ്പോൾ ക്ലബ്ബ് നൽകിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണ, നോവ സദോയ് എന്നിവർ ക്ലബ്ബ് വിട്ടതുകൊണ്ട് തന്നെ വികാഷ്, ഡാനിഷ് എന്നിവർ മാത്രമാണ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സ് പുതിയ ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും വികാശുമ്നം വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ ആയിരിക്കും. ഇനി 3ാമത്തെ അപ്ഡേറ്റ് അത് അമാവിയയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരം ഇപ്പോൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 4 ഇനീഗോ മാർട്ടിൻ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ചെന്നൈയിൻ FC മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവന്ന പുതിയ വിദേശ താരമാണ് ഇനീഗോ മാർട്ടിൻ. സ്പാനിഷ് സ്ട്രൈക്കറാണ് ഇദ്ദേഹം. ഇനി 5ാമത്തെ അപ്ഡേറ്റ് എഡ്വാർഡോ കൗ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ചെന്നൈയിൻ FC സ്വന്തമാക്കിയ മറ്റൊരു താരമാണ് എഡ്വാർഡോ. ഇദ്ദേഹം ബ്രസീലിയൻ താരമാണ്. 27 വയസ്സുള്ള ഈ താരം സെന്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. പോർച്ചുഗൽ, ഇന്തോനേഷ്യ, തായ്ലാന്റ് എന്നിവിടങ്ങളിലൊക്കെ കളിച്ച് പരിചയമുള്ള താരമാണ് എഡ്വാർഡോ. ഇതോടുകൂടി ചെന്നൈയിൻ FC 4 വിദേശ താരങ്ങളെ പുതിയതായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ആദ്യം നൊഗുവേരയെ കൊണ്ടുവന്നു, പിന്നീട് ബമാമറിനെ കൊണ്ടുവന്നു, അതിനുശേഷമാണ് ഇനീഗോ മാർട്ടിൻ അതുപോലെ തന്നെ എഡ്വാർഡോ എന്നിവരെ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ ഡിഫൻഡർ ആയിക്കൊണ്ട് എൽസീഞ്ഞോ അവിടെയുണ്ട്. അങ്ങനെ ശക്തമായ ഒരു വിദേശ നിര തന്നെ ഇപ്പോൾ ചെന്നൈയിൻ FCക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി 6ാമത്തെ അപ്ഡേറ്റ് അത് റോബി ഹൻസ്ദ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ തവണത്തെ സന്തോഷ് ട്രോഫിയിൽ ബംഗാളി ടീമിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സ്ട്രൈക്കറാണ് റോബി ഹൻസ്ദ. ഇദ്ദേഹത്തെ മുഹമ്മദൻ നസി നേരത്തെ സ്വന്തമാക്കിയിരുന്നു. ഈ താരത്തെ ഇപ്പോൾ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോവ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് പുതിയതായി കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.